വാഴക്കൃഷി വ്യാപകമായി കാട്ടുപന്നികൾ നശിപ്പിച്ചു. കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് മലയോരത്തെ കർഷകർ. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ മീന്തുള്ളിയിലാണ് കഴിഞ്ഞ രാത്രിയിൽ കാട്ടുപന്നികൾ വാഴക്കൃഷി നശിപ്പിച്ചത്. കല്ലറയ്ക്കൽ ജേക്കബിൻ്റെ വാഴത്തൈകളാണ് നശിപ്പിച്ചത്. ചെറുപുഴ പഞ്ചായത്തിൽ നിന്നും നൽകിയ വാഴവിത്തുകൾ നട്ട് 1 മാസം കഴിയുമ്പോഴേക്കും പന്നികൾ എത്തിയെന്നും കാട്ടുപന്നികൾ കാരണം കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണെന്നും ജേക്കബ് പറഞ്ഞു. പറഞ്ഞാൽ കൃഷി ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് കൃഷി ചെയ്തുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് 5 പേരുടെ 9 ഏക്കർ സ്ഥലമുണ്ട്. ഈ 9 ഏക്കർ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുത്താലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇവിടെ ഞങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് ഉള്ള നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് വേണമെങ്കിൽ കഴിയും. പക്ഷേ എന്താ കാര്യം ഉണ്ടാക്കിയിട്ടില്ല. പന്നിയാണ് ഏറ്റവും വലിയ ശല്യം. ഇവിടെ പന്നിയുടെ ശല്യം ഒറ്റ ദിവസം രാത്രി പകലെന്ന് പറഞ്ഞിട്ട് പന്നി കഴിഞ്ഞ ദിവസം ഈ പറമ്പിൽ കൂടെയാണ് പന്നി ഇങ്ങനെ ഓടുന്നുണ്ട് 9 മണി സമയത്ത്. ആരെങ്കിലും വിളിച്ചാലോ ഒരു മനുഷ്യൻ വരികയില്ല. വന്ന് ഷാർപ്പ് ഷൂട്ടർ ഉണ്ടെന്നൊക്കെ പറയുള്ളൂ. കിണറ്റി കിടക്കുന്ന കുഴിയിൽ വീണ പന്നീനെ വെടിവെക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ആൾ വരുള്ളൂ. എന്നാൽ ഇങ്ങനെ എല്ലാ ദിവസവും പന്നി വരുന്നത് നമുക്ക് നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്തിനാണ് നോക്കിയിട്ട് കാര്യം അവർ ചോദിക്കും. കാരണം അതിനെ വെടിവെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിലും മണ്ണ് കഴിച്ച് കുഴിച്ചിടണം, അല്ലെങ്കിൽ അവർക്ക് ഇത് വെടിവെച്ചാൽ ഇങ്ങനെ ഭക്ഷ്യയോഗ്യമായ സാധനം ഒന്നെങ്കിൽ ലേലം ചെയ്തോട്ടെ, ലേലം ചെയ്തെടുക്കട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും വിലയ്ക്ക് കൊടുക്കണ്ട. ജനങ്ങൾ വീതിച്ചെടുത്തല്ലോ. പണ്ട് അങ്ങനെയായിരുന്നല്ലോ. പണ്ട് വേട്ടയാടി കിട്ടുന്ന സാധനത്തിന് എല്ലാവരും വീതിച്ചെടുത്തോണ്ടിരിക്കല്ലേ ഇത് നാട്ടുകാരെ ചെയ്തിട്ട്. അതുപോലെ ചെയ്തോട്ടെ, അതിലെങ്കിലും അങ്ങനെയെങ്കിലും ആവട്ടെ, എന്നാലെങ്കിലും ഒരു ഇതുണ്ടാവും. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലേ, പണ്ട് കാലത്തെ ആൾക്കാർ ഈ മൃഗങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നതല്ലേ. ഇതിലും ഇത്രയും സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാത്ത അവസരത്തിൽ പ്രതിരോധിച്ചിട്ടില്ലേ. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇപ്പോൾ കഴിയുന്നതെന്ന് വെച്ചാൽ മൃഗങ്ങളുടെ സംരക്ഷണം മുഴുവൻ സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്, നിയമം മൂലം ഏറ്റെടുത്തിരിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിയമത്തിൻ്റെ കുടുക്ക് മനുഷ്യൻ്റെ തലയിൽ നിൽക്കുന്നിടത്തോളം കാലം അവൻ മറ്റൊന്നിനും ഇല്ല. അവൻ നിസ്സഹായനായിട്ട് പിന്നോട്ട് മാറും എല്ലാ രംഗത്തും. ഇതിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ കൃഷി ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ കപ്പ ഇട്ടിട്ട് ഒരു കഷ്ടം കപ്പ ഇതിനകത്ത് കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പം എല്ലാ സാധനവും നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടത്തിൽ കൃഷി ചെയ്യാൻ ഇപ്പം എനിക്ക് ചെയ്യണമെന്ന് ചോദിച്ചതാണ്, അത് നടന്നില്ല. പച്ചക്കറി ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം ഈയിടെ ബൈക്ക് ഇതൊക്കെ ചെയ്തത്. ഇതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തടം എടുത്തിട്ട് വെള്ളം ചെയ്യാൻ വളം എടുക്കാമെന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഉപേക്ഷിക്കലേ നിവൃത്തിയുള്ളൂ. വേലി എന്ന് പറഞ്ഞാൽ പുഴയുടെ അക്കരെ ഇപ്പം വാനവേലി ഉണ്ടല്ലോ. ഇപ്പുറത്ത് പുഴയുടെ സൈഡിൽ നമ്മളെ പുറമ്പോക്ക് സ്ഥലത്ത് ഒരു ഫെൻസിങ് നടത്തിയാൽ മതിയല്ലോ. അത് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ ഓരോ ഏറിയ റോഡുകളുണ്ട്. ആ റോഡുകൾ തിരിച്ചിട്ട് കുറച്ച് സോളാറിൻ്റെ ഇതിട്ട് കഴിഞ്ഞാൽ കുറേ വ്യത്യാസം വരും. പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ, സമ്മാനമായി നേടൂ. ഈ ക്രിസ്തുമസും പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു. ഡിസംബർ 15 മുതൽ മെയ് 30 വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു. കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും. ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.